എലപ്പുള്ളി എലപ്പുള്ളി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചെന്താമരയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ വെച്ചാണ് വൈദ്യപരിശോധന നടത്തിയത്. ഇനി ഇയാളുടെ തെളിവെടുപ്പടക്കം നടത്താനുണ്ട്. ഇപ്പോൾ നടത്തിയത് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചെന്താമര എന്ന പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഇപ്പോൾ ഇയാളുടെ വൈദ്യപരിശോധന പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. അത് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആണല്ലോ. പലപ്പോഴും ഇയാളെക്കുറിച്ച് പലരും മനോദൗർബല്യമുള്ള വ്യക്തി എന്ന രീതിയിലൊക്കെ പറയുന്നത് കൊണ്ട് അത്തരമുള്ള പരിശോധനകൾ പിന്നീടായിരിക്കുമല്ലോ അല്ലേ? അതെ, ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചെന്താമരയ്ക്കില്ല എന്നുള്ളതാണ് ഈ വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ വെച്ചായിരുന്നു വൈദ്യപരിശോധന നടത്തിയത്. അതായത് അതിനുപോലും ആശുപത്രിയിലേക്ക് ചെന്താമരയെ കൊണ്ടുപോയില്ല. അങ്ങനെ പരമാവധി പുറത്തേക്ക് എത്തിക്കുന്നത് തടയുക, ഒരു ജനരോഷം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പരമാവധി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തടയുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡോക്ടർമാർ ഇവിടേക്ക് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ഇത്തരമൊരു വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനി കോടതിയിലേക്ക് മാത്രമായിരിക്കും ഇപ്പോൾ ചെന്താമരയെ ഇറക്കുക. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി നിലവിലുള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം. അവിടേക്ക് നേരത്തെ വിരലടയാളത്തിന് വേണ്ടിയാണ് ചെന്താമരയെ കൊണ്ടുപോയത്. ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയായിട്ടാണ് വിരലടയാളം എടുത്തത്. കാരണം ഈ വാളടക്കം കണ്ടെത്തിയിരുന്നു, അതിൻ്റെ കത്തി കണ്ടെത്തിയിരുന്നു, വീട്ടിൽ നിന്ന് മറ്റ് വിരലടയാളം കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാമ്യത ഉറപ്പാക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ വിരലടയാളം എടുത്തത്. ആ സമയത്ത് തന്നെ ഇപ്പോൾ വൈദ്യപരിശോധനയും കഴിഞ്ഞിരിക്കുകയാണ്. 4 മണിയോട് കൂടി ഇവിടെ തൊട്ടടുത്തുള്ള ആലത്തൂർ കോടതിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ, കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകുകയുള്ളൂ. ആ സമയത്ത് ആ ക്രൈം നടന്നത് അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് പരമാവധി തെളിവുകൾ ഉറപ്പാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്രൈം സീൻ പുനരാവിഷ്കരിക്കും എന്നുള്ളത് കൂടി പോലീസ് ഉറപ്പാക്കുന്നുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇപ്പോൾ ആ പ്രദേശത്ത് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ടാകും. അപ്പോൾ ഈ ചെന്താമരയ്ക്ക് എതിരെ തന്നെ ഒരു വലിയ പ്രതിഷേധത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജനങ്ങളെ ഒരു പക്ഷേ പിടിച്ചു നിർത്താൻ പോലും പോലീസിന് കഴിയാത്തൊരു സ്ഥിതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞായിരിക്കും കസ്റ്റഡി അപേക്ഷ ഉണ്ടാവുക. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാതെ കോടതിയിലേക്ക് മാത്രം അത് ചുരുക്കിയിരിക്കുകയാണ് പോലീസ്. വൈദ്യപരിശോധന ഇവിടെ വെച്ച് തന്നെ നടന്നിരിക്കുന്നു. പ്രതിക്ക് മറ്റൊരു ഭാവവ്യത്യാസം ഇപ്പോഴും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ SP അത് പറഞ്ഞിരുന്നു. ഒരു കടുവയുടെ രീതി എന്നുള്ളതാണ് പോലീസ് അതിനെ വിശേഷിപ്പിച്ചത്. ആ രീതിക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ഭാവവ്യത്യാസം കാണിക്കുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് വൈദ്യപരിശോധന കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് ഏത് രീതിയിലായിരിക്കും, പോലീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ വിവരം ലഭിക്കും. ഇതൊരു ആസൂത്രിതമായ കൊലപാതകം എന്നതിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യലൊക്കെ ചെന്താമര പറഞ്ഞിരിക്കുന്നത് ഒരു അറ്റാക്ക്, അതായത് ഒരു പ്രതിരോധം ഇന്നലെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വാഹനം ഇടിക്കാനൊരു ശ്രമമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി താൻ എതിർത്തു. അപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കൊലപ്പെടുത്തി എന്നതിലേക്ക് ഇതിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതും പോലീസ് കണക്കാക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. 4 മണിക്കായിരിക്കും കോടതിയിൽ ഈ കുറ്റവാളി 2 കേസ് ഇരട്ട കൊലപാതകത്തിലെ പ്രതി ചെന്താമരയെ ഹാജരാക്കുന്നത്. അനുഷ.